കെ.സി. വേണുഗോപാലിന്റെ 63ാമത് ജന്മദിനവും രാഷ്ട്രീയ ജീവിതത്തിലെ 50ാം വാർഷികവും രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷമാക്കി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം സംസ്ഥാനത്തുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ പായസ വിതരണവും മധുരപലഹാര വിതരണവും നടത്തിയായിരുന്നു പ്രവർത്തകർ ആഘോഷിച്ചത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലടക്കം കെ.സിക്ക് ആശംസാ പ്രവാഹമാണ് ഉയർന്നത്. പാർലമെന്റ് മന്ദിരത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ എംപിമാർ കേക്ക് മുറിച്ചും ആഘോഷിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് കോൺഗ്രസ് നേതാക്കൾ പ്രാധാന്യം നൽകിയത്. മിക്കയിടത്തും ആശുപത്രികളിലും വയോജന പരിചരണ കേന്ദ്രങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും തെരുവുകളിലും ഭക്ഷണവും മധുരവും വിതരണം ചെയ്തു. എല്ലാ ജില്ലകളിലും സൗജന്യ ഭക്ഷണ വിതരണം, മരുന്ന് വിതരണം എന്നിവ സംഘടിപ്പിച്ചു. കേരളത്തിൽ കെ.പി.സി.സി ആസ്ഥാനത്തും ജന്മദിനാശംസകൾ, ആഘോഷ പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രിയും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെ ഉള്ളവർ ആഘോഷത്തിൽ പങ്കെടുത്തു. ഒരു തരത്തിലുള്ള നിർദ്ദേശമോ ആഹ്വാനമോ ഇല്ലാതെയാണ് പ്രവർത്തകർ കെ.സി. വേണുഗോപാലിന്റെ ജന്മദിനം സ്വമേധയാ ഏറ്റെടുത്ത ആഘോഷമാക്കി മാറ്റിയത്. കണ്ണൂരിലെ പയ്യന്നൂർ കണ്ടോന്തർ ഗ്രാമത്തിൽ നിന്നും കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിന്റെ തിലകക്കുറിയായി മാറിയ നാട്യങ്ങളും ചമയങ്ങളും ഇല്ലാത്ത ഒരു നേതാവിന് കിട്ടുന്ന പ്രവർത്തകരുടെ വാത്സല്യമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പ്രവർത്തകർ നൽകിയ സ്നേഹവും ആദരവും. 5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ തപസ്യക്കിടയിൽ ഒരിക്കൽ പോലും ഗാന്ധിയൻ ആശയങ്ങൾ കൈമോശം വരാതെയും മതേതര ജനാധിപത്യ ബോധ്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാതെയും ആദർശത്തിന്മേൽ ചെറിയ ചെളി പോലും വീഴാതെയും അദ്ദേഹത്തിന് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞത് കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം പിന്തുടരുന്ന സത്യസന്ധതയും കർക്കശ നിലപാടുകളും തന്നെയാണ്. രാഷ്ട്രീയത്തിൽ ഊതിവീർപ്പിച്ച ഒരു നീർക്കുമിളയാകാൻ ഒരിക്കലും കെ.സി. വേണുഗോപാലിന് കിട്ടില്ല. കാരണം ഒരു സാധാരണ പ്രവർത്തകനായി ജീവിതം തുടങ്ങി സാധാരണക്കാരുടെ ഉള്ളു തൊട്ടറിഞ്ഞ അവരിൽ ഒരാളായി അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ചിന്തകളും ഉൾക്കൊള്ളുന്ന പ്രതിനിധിയായി രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹനീയ സാന്നിധ്യം കൂടിയാണത്. അപ്രിയ സത്യങ്ങൾ ആരോടും തുറന്നു പറയാൻ മടിക്കാത്തത് കൊണ്ടാകാം മിത്രങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ളത് ശത്രുക്കളെയായിരിക്കും. അഹന്തയും അഹങ്കാരവും അല്ല ഒരു നേതാവിനെ നയിക്കേണ്ടതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാട്ടിത്തന്ന നേതാവ് കൂടിയാണ് കെ.സി. ദൂരെ നിന്ന് കാണുന്നവർക്ക് കെ.സി. പരുക്കനായ നേതാവാണ്. അതേസമയം അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് കടലോളം വാത്സല്യവും കരുണയും ചെരിയുന്ന വറ്റാത്ത സ്നേഹത്തിന്റെ ഉറവയാണ്. നാളിതുവരെ ഏറ്റെടുത്ത എല്ലാ പദവികളിലും മികച്ച രീതിയിൽ പ്രവർത്തിച്ച കെ.സി. വേണുഗോപാലിന്റെ സംഘടനാ തലത്തിലുള്ള മികവും ഭരണതലത്തിലുള്ള കഴിവും കേരളത്തിലും വേണ്ടവിധം പ്രയോജനപ്പെടുത്തണമെന്ന അഭിപ്രായക്കാരാണ് ഏറെയും. പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിലുള്ള കെ.സി. വേണുഗോപാലിന്റെ സ്വീകാര്യതയുടെ കൂടി തെളിവായി ഈ ആഘോഷം മാറിയെന്ന് തന്നെ പറയാം.